മഹാദേവനും മഹാവിഷ്ണുവും തമ്മിലുള്ള ദിവ്യയുദ്ധത്തെ ശ്രീരാമദേവന്റെയും സീതാദേവിയുടെയും വിവാഹവുമായി ബന്ധിപ്പിക്കുന്ന ആ രഹസ്യം എന്തെന്ന് നിങ്ങൾക്കറിയാമോ? പുരാണങ്ങൾ അനുസരിച്ച് മഹാവിഷ്ണുവും ശിവഭഗവാനും തമ്മിൽ രണ്ട് പ്രധാന യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടത്രേ. ഒന്ന് ഇരുവരും നേരിട്ട് നടത്തിയ യുദ്ധവും മറ്റൊന്ന് ശിവഭഗവാനും മഹാവിഷ്ണുവിന്റെ അവതാരവുമായ നാരായണ ഋഷിയും തമ്മിലുള്ളതും. വാത്മീകി രാമായണം ബാലകാണ്ഡം 75-ാം സർഗമനുസരിച്ച് ഒരിക്കൽ ഇരുവരിലും വെച്ച് ആരാണ് ശക്തൻ എന്ന് പരീക്ഷിക്കാൻ ദേവന്മാർ ആഗ്രഹിച്ചു. അതിനായി അവർ ബ്രഹ്മദേവനെ ആശ്രയിച്ചു. അദ്ദേഹം പരസ്പരമുള്ള നുണക്കഥകൾ പറഞ്ഞ് ഇരുവരെയും ഒരു മഹായുദ്ധത്തിലേക്ക് നയിച്ചു. ഈ സന്ദർഭത്തിൽ വിശ്വകർമാവ് മഹാവിഷ്ണുവിനും മഹാദേവനും വേണ്ടി ഓരോ വില്ലുകൾ നിർമ്മിച്ച് നൽകി. യുദ്ധത്തിൽ മേൽക്കൈ മഹാവിഷ്ണുവിനായിരുന്നു. യുദ്ധശേഷം ശിവഭഗവാൻ വിദേഹരാജാവായ ദേവരഥന് ആ വില്ല് സമ്മാനമായി നൽകി. തലമുറകൾ സംരക്ഷിച്ച ആ വില്ല് ഒടുവിൽ ജാനകീദേവിയിലെത്തി. പിൽക്കാലത്ത് സീതാസ്വയംവരത്തിൽ ശ്രീരാമദേവൻ ഖണ്ഡിച്ചത് ഈ വില്ലായിരുന്നു. യുദ്ധത്തിനു ശേഷം മഹാവിഷ്ണു തന്റെ വില്ല് ഭാർഗവവംശത്തിൽപ്പെട്ട ഋചീക മഹർഷിക്ക് നൽകി. പിന്നീടത് ജമദഗ്നിയിലൂടെ പരശുരാമനിൽ എത്തിപ്പെട്ടു. വിവാഹശേഷം സീതാദേവിയോടൊപ്പം മടങ്ങിയ ശ്രീരാമദേവനെ പരശുരാമൻ വെല്ലുവിളിച്ചത് ഈ വൈഷ്ണവചാപം കൊണ്ടായിരുന്നു. അങ്ങനെ ആ രണ്ട് ശൈവ വൈഷ്ണവ ചാപങ്ങൾ അവയുടെ ലക്ഷ്യം നിറവേറ്റി.